പ്രവർത്തകർ ഈ ബി.ജെ.പിയുടെ എൻ.ഡി.എയിലുള്ളവർ പറഞ്ഞു 20-30 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി ഇന്നത്തെ വേദിയിൽ 100 സീറ്റെങ്കിലും വാങ്ങി ഇവിടെ കേരളത്തിൽ അധികാരം എത്തണമെന്ന് പറഞ്ഞ് ചങ്കുറ്റത്തോട് പറഞ്ഞ ആ വാക്ക് വളരെ അഭിനന്ദനാർഹമാണ്. എങ്ങനെ തോന്നി ഇത്ര ധൈര്യത്തോട് പറയാൻ? അത് വിശ്വാസം വേണം. നമുക്ക് ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. നമ്മൾ 150 കിട്ടണമെന്ന് വിചാരിച്ചെങ്കിൽ 100എങ്കിലും മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് 100 അല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇവിടുത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും SNDPയുടെ ശ്രീനാരായണയായിട്ടുള്ളവരെല്ലാം പ്രീതി ചേച്ചിയെന്നും പ്രീതി അമ്മയെന്നും അറിയപ്പെടുന്ന ശ്രീ പ്രീതി നടേശനാണ് നമ്മളോടൊപ്പം ഉള്ളത്. ചങ്ങനാശ്ശേരിയിൽ ശ്രീ രാധാകൃഷ്ണ മേനോൻ്റെ പ്രവർത്തനത്തിന് വേണ്ടിയാണ് ഇവിടെ കൺവെൻഷൻ ഉദ്ഘാടനത്തിനും അതിനു വേണ്ടിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എന്താണ് കാരണം? വ്യക്തിപരമായിട്ടുള്ള ബന്ധമാണോ ഇന്ന് ഈ പരിപാടിയിലെത്തിയത്? വ്യക്തിപരമായ ബന്ധമുണ്ട്. അതിലപ്പുറം നമ്മുടെ നരേന്ദ്രമോദിജി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടയായിട്ട് ഈ വയസ്സാം കാലത്ത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകയായിട്ട് വന്നിരിക്കുകയാണ്. ഞാൻ വെറുതെ വീട്ടിലൊരു വീട്ടമ്മയായിട്ട് ഒതുങ്ങിക്കൂടിയിരുന്ന ഒരാളാണ്. പിന്നെ പുറത്തുള്ളവരൊക്കെ പറയും ഞാൻ SNDP യോഗത്തിൻ്റെ വനിതാ സംഘം പ്രസിഡൻ്റാണെന്നോ. ഇതൊക്കെ ഞാൻ ആ ഒരു സ്ഥാനമാനങ്ങളും എനിക്കില്ല. സത്യം പറഞ്ഞാൽ പൊതുസമൂഹത്തിൽ ജനങ്ങൾ വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാര്യയും മക്കളും ഒക്കെയാണ് ഇതിൻ്റെ മുന്നിൽ കുടുംബ സ്വത്താന്നൊക്കെ പറയെങ്കിലും ഇന്ന് ഞാൻ ആദ്യമായിട്ടാണ് മാഡത്തിൻ്റെ സംസാരം കേട്ടത്. നമ്മൾ ഓരോ വ്യക്തികളെ പറഞ്ഞു കേൾക്കുന്നതും കേട്ടറിയുന്നതും കണ്ടറിയുന്നതും ഒക്കെ വ്യത്യസ്തമാണ്. ഇന്ന് ഞാൻ വളരെ അതിശയിച്ചു പോയി. ഒരു വീട്ടമ്മയിൽ ഞാൻ മനസ്സിലാക്കുന്നത് ശ്രീ വെള്ളാപ്പള്ളി നടേശൻ 30 കൊല്ലം ആ സെക്രട്ടറി പദവി ഇരിക്കുന്നതിൻ്റെ കരുത്തും ശക്തിയും എല്ലാം മാഡമായിട്ടാണ് എനിക്ക് തോന്നിയത്. കാര്യം ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക എന്ന് പറയുക എന്ന് പറഞ്ഞത് ഒരു മനുഷ്യനെ ഇന്നത്തെ നാട്ടിൽ സംഭവിക്കുമ്പോൾ അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ആടി നിൽക്കാം, അഭിപ്രായമില്ലാതിരിക്കാം, അവർക്ക് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. പക്ഷെ വളരെ വ്യക്തതയോടുകൂടി ഇന്ന് ധൈര്യമായിട്ട് പ്രവർത്തകർ ഈ ബി.ജെ.പിയുടെ എൻ.ഡി.എയിലുള്ളവർ പറഞ്ഞു 20-30 സീറ്റ് കിട്ടും എന്ന് പറഞ്ഞപ്പോൾ അത് മാറ്റി ഇന്നത്തെ വേദിയിൽ 100 സീറ്റെങ്കിലും വാങ്ങി ഇവിടെ കേരളത്തിൽ അധികാരം എത്തണമെന്ന് പറഞ്ഞ് ചങ്കുറ്റത്തോട് പറഞ്ഞ ആ വാക്ക് വളരെ അഭിനന്ദനാർഹമാണ്. എങ്ങനെ തോന്നി ഇത്ര ധൈര്യത്തോട് പറയാൻ? അത് വിശ്വാസം വേണം. നമുക്ക് ഏത് കാര്യത്തിനും ഒരു പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവണം. നമ്മൾ 150 കിട്ടണമെന്ന് വിചാരിച്ചെങ്കിൽ 100എങ്കിലും മേടിക്കാൻ പറ്റത്തുള്ളൂ. ഇത് 100 അല്ല, അതിൻ്റെ അപ്പുറത്ത് നമുക്ക് മേടിക്കാൻ സാധിക്കും. ഇവിടുത്തെ കണക്ക് നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ജാതിമത വ്യത്യാസമില്ലാതെ രാഷ്ട്രീയ നിരീക്ഷകർ പോലും വെച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മോദിജിയുടെ കൈകൾക്ക് ശക്തി പകരുക. ഇവിടുത്തെ ഈ രാധാകൃഷ്ണ മേനോൻ എന്ന് പറയുന്ന ഏത് സ്ഥാനാർത്ഥികളും അപ്രസക്തരാണ്. ആര് വന്നാലും അവരെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ മോദിജി ഗവൺമെന്റിന് സാധിക്കും, മോദിജിക്ക് സാധിക്കും. അതുപോലെ മനസ്സിലാക്കാൻ പറ്റിയത് സാധാരണ വേദികളിൽ രാഷ്ട്രീയക്കാരോ മറ്റുള്ളവരോ പ്രസംഗത്തിന് വന്നു കഴിഞ്ഞാൽ അവരുടെ ഭാഗം പ്രസംഗിച്ചിട്ട് എത്രയും പെട്ടെന്ന് അടുത്ത സ്ഥലങ്ങളിലാണ് പോകുന്നത്. ഞാനിന്ന് വീക്ഷിക്കുകയുണ്ടായി. ഈ സംസാരിക്കുന്ന സംസാരമെല്ലാം വളരെ ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിനനുസരിച്ച് ആ മനസ്സിൽ ഉൾക്കൊള്ളുകയും ശിരസ വായിക്കുന്ന കാഴ്ചയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത്. എന്നിട്ട് പറയുകയുണ്ടായി, ഞാൻ വീട്ടമ്മയായിട്ട് ഇരിക്കുമ്പോൾ തന്നെ ഇത് ആദ്യകാലങ്ങളിൽ ഇലക്ഷനെ സംബന്ധിച്ച് എല്ലാ വീട്ടമ്മരും അത് ഇലക്ഷനല്ലേ പോകട്ടെ, പിന്നീട് ഇത് മനസ്സിലാക്കുകയും മുസ്ലിം ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടിയുണ്ട്, കേരള കോൺഗ്രസ് എന്ന പാർട്ടിയുണ്ട്, ഇവരെല്ലാം മതേതരമായിട്ട് പറയുകയും ഭാരതീയ ജനതാ പാർട്ടിയുടെ ആൾക്കാർ സംസാരിക്കുമ്പോൾ അവരാണ് വർഗീയത എന്ന് പറഞ്ഞ് ഈ നാടിനെ പരത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയിലാണ്. അതെല്ലാം മനസ്സിലാക്കി വളരെ വ്യക്തമായിട്ടാണ് സംസാരിച്ചത്. അത് തെറ്റിദ്ധാരണയാണ്. നമ്മുടെ ഭാരതീയത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ജാതിയില്ല, മതമില്ല, വർഗമില്ല, വർണ്ണമില്ല. നമ്മുടെ എല്ലാവരുടെയും ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് ഭഗവാന്റെ അംശമാണ്. അപ്പോൾ ഈ ഭാരതത്തിലൊന്നല്ല, ലോകത്തിലുള്ള എല്ലാ ജനതകളും ഒന്ന് ആലോചിച്ച് നോക്കും. നമ്മുടെ പൂർവികരാണെങ്കിൽ പോലും ഒരു രാജ്യത്തെ പിടിച്ചടക്കാൻ നമ്മൾ പോയിട്ടില്ല. അതെല്ലാം നമ്മൾ കഥാരൂപേണ രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഒരു കുടുംബം കൊണ്ടുപോകേണ്ടത്, എങ്ങനെയായിരിക്കണം ഒരു രാജാവ് ഭരിക്കേണ്ടത്. രാജാവ് പോയി 10 തലയുള്ള രാക്ഷസനെ കൊന്നു കഴിഞ്ഞിട്ട് പോലും ആ രാജ്യം അവർ പിടിച്ചടക്കിയില്ല. രാക്ഷസൻ രാജാവിൻ്റെ അനിയന് കൊടുക്കുമായിരുന്നു, ഇല്ലേ? അത് കഴിഞ്ഞിട്ട് തിരിച്ചു വന്ന് നമ്മുടെ രാജ്യഭരണം വെക്കുകയായിരുന്നു അദ്ദേഹം. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അനിയൻ ജീവത്യാഗം നടത്തുമെന്നാണെന്ന് പറഞ്ഞത്. അപ്പോൾ ലക്ഷ്മണൻ ചോദിച്ചു, നമ്മളിതെല്ലാം പിടിച്ചെടുത്തല്ലോ, ഇവിടത്തെ പോയാൽ പോരെ, നമ്മളിത് തിരിച്ചു പോകണ്ടല്ലോ. അല്ല, അപ്പം നമ്മുടെ പാരമ്പര്യം അതാണ്. ആരുടെയും ഒരു ഇതും പിടിച്ചടക്കാൻ നമ്മൾ പോയിട്ടില്ല. നമ്മൾ നൂറ്റാണ്ടുകൾ
നമ്മളെ പല അധിനിവേശം ഇവിടെ ഉണ്ടായെങ്കിലും നമ്മുടെ സംസ്കാരത്തിൽ നിന്ന് നമ്മൾ പോയിട്ടില്ല. ആ ഭാരതീയ സംസ്കാരം തിരിച്ചു കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ അത് BJPയോ പിന്നെ എന്താണ് RSSോ അല്ല. പിന്നെ എനിക്ക് RSSനെ പറ്റി നേരിട്ട് പറയണമെന്നുണ്ടെങ്കിൽ ഒരു അച്ചടക്കമുള്ള ഒരു ജനതയെ വളർത്തിയെടുക്കണമെന്നുണ്ടെങ്കിൽ ചെറുപ്രായത്തിൽ ആ കുഞ്ഞുങ്ങളെ അവിടേക്ക് വിടുക. എനിക്കും 2 മക്കളുണ്ട്, ഒരാണും ഒരു പെണ്ണും. ഞാൻ എന്ത് പ്രയാസം പിടിച്ചാണ് നല്ല സ്വഭാവത്തിൽ അവരെ വളർത്തിയെടുത്തത്. ഞാൻ വിചാരിക്കും എൻ്റെ തുഷാർ മോനെ ഞാൻ RSS ബാലഗോകുലത്തിൽ അന്ന് വിട്ടിരുന്നു എങ്കിൽ ഇതിലും നല്ലൊരു ചിട്ടയുള്ള ഒരു പയ്യനായിട്ട് വന്നേനെ. അവന് ചിട്ടക്കുറവുണ്ടെന്നൊന്നും ഞാൻ പറയുകയല്ല, എങ്കിലും അതാണ് ഒരു ക്യാമ്പിന് ചെന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാൻ പറഞ്ഞ ലോക അത്ഭുതങ്ങളിൽ ഏറ്റവും വലുതാണ് ഇത്രയും കുട്ടികളെ ഇത്രയും അച്ചടക്കത്തോടു കൂടി വളർത്തിയെടുക്കുന്ന ഒരു സംഘടന. അത് നമ്മുടെ ഞാൻ വായിച്ചു കേട്ടിട്ടുള്ളതാണ്. അന്ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞ് ചൈനയുമായിട്ടുള്ള, തെറ്റോ ശരിയോ എന്ന് എനിക്കറിയത്തില്ല, ഞാൻ വായിച്ചതാണ്. അന്ന് നെഹ്റുജി RSSൻ്റെ നേതാക്കളോട് പറഞ്ഞു, എന്താണ് യുദ്ധമുഖത്തിലേക്ക് പോകാനല്ല, താഴെ നിൽക്കുന്ന അവർക്ക് യുദ്ധത്തിലുള്ള ഭടന്മാർക്ക് എന്താണ് പട്ടാളക്കാർക്ക് ഒരു സഹായം ചെയ്യാനായിട്ട് RSSൻ്റെ സഹായം അഭ്യർത്ഥിച്ചിരുന്നു. എന്താണ് അവർ കൊള്ളിയലഞ്ഞിട്ടാണ്? കോൺഗ്രസ് പിന്നെ പ്രധാനമന്ത്രിയാണ് അഭ്യർത്ഥിച്ചത്. പല പല സേവനങ്ങളുണ്ട്, ഒന്നുമില്ലെങ്കിൽ അവരുടെ പെട്ടി പൊക്കിക്കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെയൊക്കെ ആയിരിക്കും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചത്, എനിക്കറിയത്തില്ല. അപ്പോൾ അതൊരു ചിട്ടയോടുകൂടി ചെയ്യാനായിട്ട് ഒരു സംഘടന അവിടെ ഉണ്ടായതുകൊണ്ടാണ്. അപ്പം ഞാനൊരു അമ്മയാണ്, ഇപ്പോൾ ഒരു മുത്തശ്ശിയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ മാതാപിതാ ഗുരു ദൈവം ഈ സംസ്കാരത്തിൽ വളരുക എന്ന് പറഞ്ഞാൽ ഈ സംസ്കാരമാണ് നമ്മുടെ ഈ ഭാരതത്തിൽ വളർന്ന ഹിന്ദുവിനുള്ളത്, മുസ്ലിമിനുള്ളത്, ക്രിസ്ത്യാനിക്കുള്ളത്. ഈ ഹിന്ദു മഹാരാജ്യത്തിൽ ആരൊക്കെ ജനിച്ചോ വളർന്നോ അവരെല്ലാം ഹിന്ദുക്കളാണ്. അല്ലാതെ ഈ പറയുന്ന രീതിയിൽ നമ്മൾ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരും ഏകോദര സഹോദരന്മാരെ പോലെ കഴിയണമെന്നാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് പറയുമ്പോൾ പറയും സനാതന ധർമ്മം എന്ന് പറഞ്ഞാൽ ഉടനെ പറയും RSS. ഇത് നമ്മുടെ സംസ്കാരമല്ല, അല്ലേ സാറേ? നമ്മുടെ കുടുംബത്തിന്റെ സംസ്കാരമാണ് നമ്മൾ പറയുന്നത്. ഇതെല്ലാം അറിവുണ്ടായിട്ട് പലരും തുറന്നു പറയാതെ ഇരിക്കുന്നത് തീർച്ചയായിട്ടും ഒരു അതിശയമായിട്ടാണ് എനിക്കും മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ മാഡത്തിനെ കുറിച്ച് പ്രീതി ചേച്ചി എന്നൊക്കെ പറയുമ്പോൾ ശ്രീ ജനറൽ സെക്രട്ടറിയുടെ ഭാര്യ എന്നുള്ള നിലയിലാണ് അറിയപ്പെടുന്നതും അതുകൊണ്ടാണ് ഈ സ്ഥാനമാനങ്ങൾ കിട്ടി എന്നൊക്കെയുള്ള അഭ്യൂഹങ്ങളുമാണ്. പക്ഷേ അറിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും ഉള്ള കാര്യം, മനസ്സിൽ അറിഞ്ഞ കാര്യം തുറന്നു പറയുക, ജനങ്ങളുടെ മുന്നിൽ സംസാരിക്കുക. ഈ പ്രായ ആധിക്യത്തിലും ഈ രാധാകൃഷ്ണ മേനോൻ ഇവിടെ ജയിച്ചു വരണം, ചങ്ങനാശ്ശേരിയുടെ മണ്ണിൽ. അതേപോലെ 100ഓളം പേര് ജയിച്ചു വന്ന് നരേന്ദ്രമോദിയുടെ കൂടെ നിൽക്കുന്ന ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരാണോ അവരെ എല്ലാം ജയിപ്പിക്കണം. ഘടകക്ഷി എന്നില്ല, 2020 അല്ല, BDJs അല്ല, നരേന്ദ്രമോദിയുടെ NDയുടെ കൂടെ നിൽക്കുന്ന എല്ലാവരും ജയിച്ചു വരണമെന്ന് ഉറപ്പിച്ച് സത്യസന്ധമായിട്ട് ഈ ചങ്ങനാശ്ശേരിയിൽ ചരിത്രം തിരുത്തി കുറിക്കും. രാധാകൃഷ്ണ മേനോനോടൊപ്പം ഇവിടെയുള്ള എല്ലാ വിഭാഗം ജനങ്ങളും ജയിപ്പിക്കണം, വോട്ടാക്കി മാറ്റണം. ഇന്ന് പറയും ഒരു വിരൽ മതി, ഒറ്റ വിരൽ മതി, ആ വിരൽ കൊണ്ട് ഇവിടെ ജയം ഒത്തിക്കാന്ന് അസംഖിതമായിട്ട് പറയുന്നു. നിൽക്കുക, നിലപാടൊന്ന്, ഒറ്റയ്ക്ക് നിൽക്കുക, ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുക. അത് എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന കാര്യമല്ല. ആ മനുഷ്യർക്കാണ് ഈ കേരളത്തിലും സമൂഹത്തിലും ജീവിക്കാൻ ബുദ്ധിമുട്ടുള്ളത്. പക്ഷേ അങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. ഭഗവാന്റെ അനുഗ്രഹം, ശ്രീനാരായണ ഗുരുവിന്റെ അനുഗ്രഹം, എല്ലാ അനുഗ്രഹം ഉണ്ടാകട്ടെ. അല്പനേരം എന്നോടൊപ്പം ഞങ്ങളുടെ ന്യൂസ് ചാനലിനോട് സഹകരിച്ചതിന് നന്ദി, നമസ്കാരം. രാധാകൃഷ്ണ മേനോൻജിക്ക് എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ.